ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രമാണിച്ച് ബോളിവുഡ് വേൾഡിൽ നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഓൺലൈനിലായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ സിറ്റിയാണ് റിയാദ് ബോളിവുഡ് വേൾഡ്. ഇതിനടുത്ത് തന്നെയാണ് ബോളിവുഡ് സിറ്റിയും ഉള്ളത്. അപ്പോൾ ബോളിവുഡ് വേൾഡിനെയും ബോളിവുഡ് സിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്ന റോപ്പ് വേ. വൈകിട്ട് 4 മണി മുതൽ മിഡ് നൈറ്റ് വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. അപ്പോൾ 4 മണിക്ക് തന്നെ വരാൻ നോക്കുക, കാരണം ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റൈഡ്സും ഉണ്ട്. അപ്പോൾ റൈഡ്സിനൊക്കെ ടിക്കറ്റ് സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടത്. ഗ്ലോബ് പോലെ കാണുന്നത് ഒരു LED ലൈറ്റ് ബോളാണ്. ഇത് ലോകത്തിൽ തന്നെ ലാർജസ്റ്റ് LED ലൈറ്റ് ബോളാണ്. അതിന് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇന്ത്യൻ പവലിയനിലേക്കാണ് പോകുന്നത്. ഇവിടെ താജ്മഹലിൻ്റെ മോഡലുള്ള ഒരു ബിൽഡിംഗ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ സ്റ്റേജിൽ ഇപ്പോൾ മ്യൂസിക് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഡാൻസും മറ്റ് പ്രോഗ്രാംസും നടക്കാറുണ്ട്. ഇതൊരു ലഗൂൺ ലേക്കാണ്. ഇതിന് ചുറ്റുമായിട്ടാണ് ഈ പവലിയനുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ലേക്കിൽ നമുക്ക് ബോട്ടിങ്ങും അതുപോലെ ഒരുപാട് ലഗൂൺ റൈഡ്സും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് സ്റ്റോളുകളും ഷോപ്സുകളും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഫൺ സോണിലെത്തി. ഇവിടെ ധാരാളം ഗെയിംസും റൈഡ്സും ഒക്കെ ഉണ്ട്. ഈ സ്കൈ ലൂപ്പ് കണ്ടില്ലേ, ഇത് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് മൊബൈൽ സ്കൈ ലൂപ്പാണ്. ഇതിനും ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. ഇതൊരു വ്യൂ ടവറാണ്. അപ്പം ബോളിവുഡ് വേൾഡിൻ്റെ ടോപ്പ് വ്യൂ കാണാനായിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് സിറ്റി മുഴുവനും ഇതിനുള്ളിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയും. നല്ലൊരു അനുഭവമാണ്. അങ്ങനെ നമ്മളിപ്പോൾ താഴെ എത്തി. ഇനിയും ഒരുപാട് ലഗൂൺ റൈഡ്സും അതുപോലെ അല്ലാത്ത ലാൻഡ് റൈഡ്സും ഒക്കെയുണ്ട്. ഇത് കിഡ്സിനും ഗെയിം ലവേഴ്സിനും ഒക്കെ പറ്റിയ ഒരു സോണാണ്. ഇവിടെ ഫുഡ് ഷോപ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ നടന്ന് ക്ഷണിക്കുകയാണെങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇവിടെ കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. റൈഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കയറുന്നത് സ്പെയിനിലേക്കാണ്. അപ്പോൾ സ്പെയിനിൻ്റെ വെൽക്കം ബോർഡാണിത്. എന്താ ഭംഗിയില്ലേ. നമുക്കിനി ഒരു സ്പാനിഷ് പെർഫോമൻസ് കണ്ടാലോ. ഇനി നമ്മൾ പോകുന്നത് ജപ്പാൻ്റെ പവലിയനിലേക്കാണ്.
ജാപ്പനീസ് സ്റ്റോളുകളും അതുപോലെ തന്നെ മറ്റ് ഷോപ്പുകളും ധാരാളമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് തായ്ലൻഡിൻ്റെ പവലിയനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു തായ് ഫാൻറ്റസി ഷോ നടക്കുകയാണ്. നമുക്കത് കണ്ടു നോക്കാം. ഇവിടെയും ധാരാളം ഷോപ്പുകളും അതുപോലെ തന്നെ തായ് ഫുഡും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നടന്നപ്പോൾ US-ലെത്തി. ഇവിടെ ഒരുപാട് കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും പിസ്സ ഹട്ട്സും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഫ്രാൻസിലേക്കാണ്. നമുക്കിനി ഫ്രാൻസിലെ ഈഫൽ ടവർ കാണാൻ പോയാലോ? നമുക്കിനി മൗണ്ടെയിൻ പോലെ കാണുന്നത് എന്താണെന്ന് ഇത് അലൂലയാണ്. സൗദി അറേബ്യയിലെ ഒരു ഹെറിറ്റേജ് സൈറ്റാണിത്. ഇതിവിടെ റീക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇതിനുള്ളിലായിട്ട് കുറച്ച് അക്വേറിയംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബൊളിവിയയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇനി നമുക്ക് കുറേ രാജ്യങ്ങളുടെ പവലിയൻസ് കാണാനുണ്ട്. ചൈന, ഇറ്റലി, യമൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്